വ്രതശുദ്ധി നിറയുന്ന വൈശാഖ മാസം ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം 28-ാം തീയതി തിങ്കളാഴ്ചയാണ്. അതുപോലെ മെയ് മാസം 26-ാം തീയതി വരെയാണ് വൈശാഖ മാസം ആചരിക്കുന്നത്. ഈശ്വരാരാധനയ്ക്ക് പ്രത്യേകിച്ചും മഹാവിഷ്ണു ആരാധനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസമാണ് വൈശാഖ മാസം. വൈശാഖ മാസം മുഴുവൻ മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ ഒരു വർഷം മുഴുവൻ വിഷ്ണു ഭഗവാനെ പൂജ ചെയ്ത ഫലം ലഭിക്കും എന്നാണ് പറയുന്നത്. അത്ര ശ്രേഷ്ഠമാണ് ഈ ഒരു വൈശാഖ മാസത്തിലെ മഹാവിഷ്ണുവിനോടുള്ള പ്രാർത്ഥനയും ആരാധനയും എല്ലാം. അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് മഹാവിഷ്ണുവിനെ ഭജിക്കേണ്ടത്, അതേപോലെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വൈശാഖ മാസത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്, എന്തെല്ലാം കടമകളാണ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഈ അടുത്ത ഒരു വർഷത്തെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിത രീതിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. പൗർണമി ദിനത്തിൽ വിശാഖം നക്ഷത്രം വരുന്ന മാസമാണ് വൈശാഖം. വൈശാഖ മാസത്തിലെ 30 ദിവസങ്ങളും പുണ്യദിനങ്ങളാണ്. ഈ മാസത്തിൽ സ്നാനം, ദാനം, തപം, ഹോമം, ദേവതാർച്ചന തുടങ്ങിയ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നാണ് പറയപ്പെടുന്നത്. വൈശാഖ മാസത്തിലെ സ്നാനം, ദാനം, വിഷ്ണുപൂജ എന്നിവയുടെ മഹിമയെക്കുറിച്ച് അവയെ വ്യക്തമാക്കുന്ന നിരവധി കഥകൾ പത്മസ്കന്ധ പുരാണങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. വൈശാഖ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലത്തെ സ്നാനം ചെയ്യലാണ്. രാവിലെ എഴുന്നേറ്റ് കുളിക്കുക എന്നുള്ളതാണ് വൈശാഖ മാസത്തിൽ മഹാപ്രീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യം. വൈശാഖ മാസത്തിൽ ത്രിലോകങ്ങളിലുമുള്ള സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയം കഴിഞ്ഞ് 6 നാഴിക വരെ ഉണ്ടാകും എന്നാണ് വിശ്വാസം. അപ്പോൾ ആ ഒരു പ്രഭാതത്തിൽ, ആ ഒരു തീർത്ഥമായിട്ട് ഒഴുകുന്ന ആ ഒരു ജലത്തിൽ നമ്മൾ രാവിലെ സ്നാനം ചെയ്യുകയാണ് എങ്കിൽ സർവ്വതീർത്ഥ സ്നാനം എന്ന ആ ഒരു അപൂർവമായിട്ടുള്ള ആ ഒരു പുണ്യം നമ്മൾക്ക് ലഭിക്കുന്നതാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് രാവിലെയുള്ള ആ ഒരു സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തീർത്ഥത്തിൽ നമുക്ക് പ്രഭാതത്തിൽ കുളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, സ്നാനം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠത വളരെ വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയും കുളിക്കുകയും നിലവിളക്ക് തെളിയിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് മുഖാന്തരം മഹാവിഷ്ണുവിൻ്റെ ആ ഒരു അനുഗ്രഹം ഈ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. സർവ്വ ഐശ്വര്യവും നമ്മളിൽ വന്നു ചേരും. ദാനധർമ്മങ്ങൾക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മാസമാണ് വൈശാഖ മാസം. അതേപോലെ വൈശാഖ മാസത്തിൽ ദാനം ചെയ്യാനായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജലമാണ്. അപ്പോൾ ജലം നമ്മൾ ദാനം ചെയ്യുന്നത് മുഖാന്തരം നമുക്ക് വളരെയധികം ശ്രേഷ്ഠത ഈ ഒരു മാസം ഉണ്ടാകുന്നു. യാത്രയൊക്കെ കഴിഞ്ഞു വരുന്ന ആളുകൾക്ക്, ഈ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ആ ഒരു ക്ഷീണമൊക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ സംഭാരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാനീയങ്ങളോ ഒന്നുമല്ലെങ്കിൽ നമ്മൾ വെള്ളമോ ഒക്കെ കൊടുത്ത് അവർക്ക് ആ ഒരു ദാനധർമ്മം നടത്തുകയാണെങ്കിൽ അത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു. അതേപോലെ തന്നെ നമുക്ക് മറ്റ് എന്ത് ദാനമാണെങ്കിലും ഈ ഒരു വൈശാഖ മാസം ചെയ്യുന്നത് വളരെ പുണ്യമാണ്. അപ്പം ജലം എന്ന് പറയുന്നത് ഈ ഒരു വേനൽക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചൂടുകൊണ്ട് അസഹനീയമായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് അത് അർഹിക്കുന്ന ആളുകളിലേക്ക് ആ ഒരു ജലം നമുക്ക് ദാനമായിട്ട് നൽകാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ പുണ്യം എന്ന് പറയുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ് കേട്ടോ. വൈശാഖ മാസം കേരളത്തിൽ ഭക്തിപൂർവമാണ് ആചരിക്കുന്നത്. പ്രത്യേകിച്ചും ഗുരുവായൂർ പോലെയുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ വൈശാഖം പുണ്യകാലമായിട്ടാണ് ആചരിക്കുന്നത്. സ്കന്ദപുരാണത്തിലെ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് രൂപത്തിൽ മലയാളത്തിൽ ലഭ്യമാണ്. ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിൽ 30 ദിവസങ്ങൾ കൊണ്ട് വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് സമ്പൂർണമായിട്ട് പാരായണം ചെയ്യുക എന്നതാണ് അതിൻ്റെ ഒരു രീതി. ഇതല്ലാതെ നമുക്ക് ഭാഗവത പാരായണം, വിഷ്ണു പുരാണ പാരായണവും ഈ ഒരു മാസം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതേപോലെ തന്നെയാണ് നിള, പെരിയാർ, പമ്പ തുടങ്ങിയ പുണ്യമായിട്ടുള്ള നദികളൊക്കെ ഇല്ലേ, അവിടെ പോയി നമ്മൾ സ്നാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു. അതുപോലെ നമ്മൾ ഈ പുണ്യ നദിയിലൊക്കെ പോയി സ്നാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്.
അപ്പോൾ അങ്ങനെ പോകാൻ പറ്റുന്ന ആളുകൾ പുണ്യ നദികളിൽ പോയി സ്നാനം നടത്തുക. ഇനി അത് പറ്റാത്തവർക്ക് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ആ ഒരു ജലത്തിൽ ആ ഒരു തീർത്ഥമായിട്ട് സങ്കല്പിച്ച് നമുക്ക് ആ ഒരു സ്നാനം നടത്താവുന്നതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചക്കയും മാങ്ങയൊക്കെ സമൃദ്ധമായിട്ടുള്ള കാലമാണല്ലോ ഈ ഒരു ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു പണ്ട് ആളുകൾ ദാനമായിട്ട് നൽകിയിരുന്നത്. വിശപ്പകറ്റാനൊക്കെ ആയിട്ട് ജലവും ചക്കയും മാങ്ങയും അങ്ങനെയുള്ള ഫലങ്ങളൊക്കെ പണ്ട് ദാനമായിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ജലദാനം അന്നദാനം ഒക്കെ വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ഈ ഒരു ദാനങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമായി പറയുന്നത് ഈ ഒരു വേനൽക്കാലത്ത് സുലഭമായി ഇവ ലഭിക്കുന്നത് കൊണ്ടും വഴിയാത്രക്കാർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ജലവും ഭക്ഷണവും ഒക്കെ ആയതുകൊണ്ടും ഒക്കെയാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഭക്ഷണ രീതികളല്ല എങ്കിൽ പോലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അന്നദാനമൊക്കെ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ്. നമ്മുടെ ജീവിതത്തിലെ പുതിയ ഒരു അധ്യായം തുടങ്ങുന്നതിനും പുതിയ കാര്യങ്ങൾ നടക്കുന്നതിനും സന്തോഷപ്രദമായ ജീവിതത്തിനും ഒക്കെ നമുക്ക് ഈ ഒരു മാസം തീർച്ചയായിട്ടും വിനിയോഗിക്കാവുന്നതാണ്. സത്കർമ്മങ്ങൾ ചെയ്തും നല്ല മനസ്സോടെയുള്ള പ്രാർത്ഥന മുഖാന്തരവും നാമജപം മുഖാന്തരവും മഹാവിഷ്ണുവിനെ പൂജിക്കുന്നത് മുഖാന്തരമൊക്കെ അടുത്ത ഒരു വർഷത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യവും കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഒരു 30 ദിവസവും ആ ഒരു ക്ഷേത്ര ദർശനം നടത്തുകയും മഹാവിഷ്ണുവിനെ നേരിൽ കണ്ട് ആ ഒരു ചൈതന്യം നമ്മളിലേക്ക് സ്വീകരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണിത്. അതേപോലെ തന്നെ ഉപവാസം നടത്തുന്നവർക്ക് അങ്ങനെ നടത്താം. സഹസ്രനാമ ജപം വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ വൈശാഖ വ്രതം അനുഷ്ഠിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രഭാതത്തിൽ സ്നാനം നടത്തണം, അതിനുശേഷം ജപം നടത്തണം, അതുപോലെ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. ശേഷം അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു നിവേദ്യം ഭക്ഷിച്ച് നമ്മുടെ ആ ഒരു ഉപവാസാദികൾ അനുഷ്ഠിച്ച് എങ്ങനെയാണോ നമുക്ക് ഉപവാസം എടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ അവിടുത്തെ നിവേദ്യം ഭക്ഷിക്കാം. കൂടെ നമുക്ക് ഒന്നും ഭക്ഷിക്കാതെ അന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാന്നാണെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ പഴങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമനുസരിച്ചാണ് എപ്പോഴും ഉപവാസം നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഉപവാസം അനുഷ്ഠിച്ച് വൈശാഖമാസ വ്രതം നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. അത് 30 ദിവസവും അനുഷ്ഠിക്കണം എന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്ന, അതായത് മഹാവിഷ്ണുവിന് ശ്രേഷ്ഠമായിട്ടുള്ള വ്യാഴാഴ്ച ദിവസങ്ങളിലോ ഞായറാഴ്ച ദിവസങ്ങളിലോ ഒക്കെ നമുക്ക് അനുഷ്ഠിക്കാം. എല്ലാ ദിവസവും നമുക്ക് ആ ഒരു ഉപവാസമൊക്കെ നടത്തുന്നത് ശ്രേഷ്ഠമാണ്. എന്നിരുന്നാലും അതൊന്നും നമുക്ക് എല്ലാ ആളുകൾക്കും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഉപവാസവും വ്രതവും ഒക്കെ നോക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ രാവിലെ പ്രഭാതത്തിൽ സ്നാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നദികളിലും അതേപോലെ തന്നെ നമ്മുടെ കുളങ്ങളിലും ഒക്കെ ആയിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കുളിക്കുന്ന സമയത്ത് ആ ഒരു ജലത്തിൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ട്, മഹാവിഷ്ണുവിൻ്റെ തീർത്ഥമാണ് എന്ന് സങ്കല്പിച്ച് വേണം നമ്മൾ പ്രഭാതത്തിൽ ആ സ്നാനം ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ സ്നാനം കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുകയും നമ്മൾ നാമജപാദികൾ നടത്തണം എന്നുള്ളതും. അപ്പോൾ ഈ രീതിയിൽ വിധിപ്രകാരം അനുഷ്ഠിക്കുന്ന വൈശാഖ വ്രതം സകല ഐശ്വര്യങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവരും, അതിലൊരു സംശയവുമില്ല. അതേപോലെ തന്നെ ഈ വൈശാഖ മാസത്തിൽ കുറേ പ്രത്യേകതയുള്ള ദിനങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രധാനമാണ് അക്ഷയ തൃതീയ, ബലരാമ ജയന്തി, വൈശാഖ ശുക്ലപക്ഷ ദ്വാദശി, മോഹിനി വരൂദിനി, ഏകാദശികൾ, ശങ്കരാചാര്യ ജയന്തി, നരസിംഹ ജയന്തി, വൈകാശി വിശാഖം, ബുദ്ധപൂർണിമ എന്നിങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ ഈ ഒരു വൈശാഖ മാസത്തിലാണ് വന്നു ചേരുന്നത്. അപ്പോൾ വൈശാഖ മാസത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് നമുക്ക് ഈ വാക്കുകളിൽ വിശദീകരിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടാൻ പറ്റിയിട്ടുള്ള ഒരു മാസമാണ്. അപ്പോൾ എല്ലാ ആളുകളും ഈ ഒരു മാസത്തിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുകയും ആ ഒരു അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.